പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അവിടെ സമീർ ആൻഡ് യാസ്മിൻ എന്ന് രണ്ടുപേരാണ് അവിടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 15 lakh and 10 lakh. Then they agree to share profits in the ratio of 3:2. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അതായത് 5 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 രൂപ സമീറും അതേപോലെ 2 രൂപ യാസ്മിനും. Then show how the following transaction will be recorded in the capital account of the partners in case. നമുക്ക് കുറേ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 സ്റ്റാർട്ട് ചെയ്തു March 31 അവസാനിക്കുന്ന ആ ഒരു രൂപത്തിലാണ് അവർ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്തിട്ടുള്ളത്. April 1 മുതൽ March 31 വരെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണുള്ളത് നോക്കാം. ഒന്ന്, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ July 1, 2014. July 1 ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് അഡീഷണൽ ക്യാപിറ്റൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സമീർ 3 ലക്ഷം രൂപയും അതേപോലെ യാസ്മിൻ 2 ലക്ഷം രൂപയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിൻ്റെ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മുകളിൽ പാർട്ട്നേഴ്സിന് 2 പേർക്കും 5% വെച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാൻ അർഹതയുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും അതേപോലെ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെത് ഒരു ഫുൾ ഇയറിന് വേണ്ടി ഉള്ള കാൽക്കുലേഷൻ നടത്തണം. ഒരു ഫുൾ ഇയറിന് വേണ്ടി എത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകും അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഡീഷണൽ ക്യാപിറ്റൽ ഏത് ഡേറ്റിനാണോ കൊണ്ടുവന്നത് ആ ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ 2014-15 അതായത് കറണ്ട് ഇയറിൽ 30,000 രൂപ സമീറിൻ്റെ ഡ്രോയിങ്സ് ഉണ്ട്, അതേപോലെ യാസ്മിൻ്റെത് 20,000 രൂപ ഡ്രോയിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്രോയിങ്സിന് അവരുടെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് സ്ഥാപനം ഈടാക്കുന്നുണ്ട്. 1,800 രൂപ സമീർ കൊടുക്കണം, അതേപോലെ 1,200 രൂപ യാസ്മിനും ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനി സാലറി, ഒരാൾക്ക് മാത്രമേ സാലറി ഉള്ളൂ, സമീറിന് മാത്രമേ ആ സ്ഥാപനത്തിൽ സാലറി ഉള്ളൂ, മറ്റാൾക്ക് സാലറി ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, കമ്മീഷൻ, 2 പേർക്കും കമ്മീഷൻ ഉണ്ട്. സമീർ 10,000, യാസ്മിൻ 7,000. ദെൻ ഷെയർ ഇൻ ലോസ് ഫോർ ദ ഇയർ 2014-15. ആ ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് ലോസ് ആയിരുന്നു, പ്രോഫിറ്റ് അല്ല ലോസ് ആയിരുന്നു. അപ്പം ലോസ് ആവുന്ന സമയത്തും ഈ ലോസ് എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 രൂപത്തിൽ ചെയ്യണം. ഒന്ന്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതേപോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്കാദ്യം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമുക്കറിയാം ഒരു പാർട്ട്ണർക്ക് 2 അക്കൗണ്ടുകൾ വേണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടാണ്, രണ്ടാമത്തേത് കറണ്ട് അക്കൗണ്ടാണ്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ, നമുക്കറിയാം 2 പേരുടെയും ഓപ്പണിംഗ് ക്യാപിറ്റലും അതേപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും അതേപോലെ ഈ അഡീഷണൽ ക്യാപിറ്റലും മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. ബാക്കി എല്ലാ ഐറ്റവും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി എല്ലാം തന്നെ കറണ്ട് അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്, രണ്ടാമത്തേത് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടാണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, അതേപോലെ
പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ തന്നെ പിൻവലിക്കുകയാണെങ്കിൽ അത് ഈ 3 കാര്യങ്ങൾ മാത്രമേ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന ഐറ്റമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാം. ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസും അതേപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും എല്ലാം തന്നെ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഒരു പാർട്ട്ണർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അല്ലെങ്കിൽ ആ പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് സമീറിൻ്റെത് 15 lakh ഉണ്ട്. 15 lakh എമൗണ്ട് തെറ്റാതെ ആൻസർ ചെയ്യേണ്ടതാണ്. അതേപോലെ യാസ്മിൻ്റെത് 10 lakh ആണുള്ളത്. 10 lakh. ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്നതിന് ശേഷം ഈ ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ കറണ്ട് അക്കൗണ്ട് വരച്ച് വെക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം വരച്ച് വെക്കുക. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടുകൾ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുകയാണ്. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് 2 അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം 2 അക്കൗണ്ടും കമ്പൈൻ ചെയ്ത് എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇതിൽ കാണിച്ചു. ഇനി നമ്മൾ ഇതിൽ കാണിക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ വേറെയും കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അതായത് അഡീഷണൽ ക്യാപിറ്റൽ. നമുക്കിവിടെ ബൈ അഡീഷണൽ ക്യാപിറ്റൽ കാണിക്കാം. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇടക്കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലാണ് അഡീഷണൽ ക്യാപിറ്റൽ. ഇപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ജൂലൈ 1 അതായത് ജൂലൈ 1, 2014 1/7/2014 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ 1/7/2014 കൊണ്ടുവന്നിട്ടുള്ളത്. എമൗണ്ട് സമീർ കൊണ്ടുവന്നിട്ടുള്ളത് 3 lakh ആണ്. അതേപോലെ യാസ്മിൻ കൊണ്ടുവന്നിട്ടുള്ളത് 2 lakh ആണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 0 ഒന്നും വിട്ടുപോകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ എഴുതണം. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം 3 കാര്യങ്ങൾ മാത്രമേ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരൂ. ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ, രണ്ടാമത്തത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്, മൂന്നാമത്തത് പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. ഈ 15 ലക്ഷം കൊണ്ടുവന്നതിൽ നിന്നും ഒരു 2 ലക്ഷം രൂപ അയാൾ പിൻവലിക്കുകയാണ്. അങ്ങനെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ ആ പിൻവലിക്കുന്ന എമൗണ്ട് പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. ഇവിടെ 10 lakh, 2 lakh, 12 lakh. അതേപോലെ ഇവിടെ 15 lakh plus 3 lakh, 18 lakh. ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ബാലൻസ് കിട്ടുക നമുക്കിവിടെ ഡെബിറ്റ് സൈഡിലാണ്. ടു ബാലൻസ് carry down 18 lakh. അതേപോലെ 12 lakh. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഈ നമ്മളിവിടെ എഴുതിയതുപോലെ ഈ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നെക്സ്റ്റ് ഇയറിൽ കാണിക്കുക. ഈ പറയുന്ന 18 lakhും അതേപോലെ 12 lakhുമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ നെക്സ്റ്റ് ഇയറിൽ, അതായത് 1/4/2015 പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ഇവിടെ നമുക്ക് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എമൗണ്ടാണ് കാണിക്കുക. നേരത്തെ നമുക്ക് 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് അഡീഷണൽ ക്യാപിറ്റൽ കൂടെ കൊണ്ടുവന്ന് ഇപ്പോൾ എന്തായി മാറിയത് 18 ലക്ഷമായി മാറി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഇങ്ങനെ ഈ ബാലൻസ് അടുത്ത വർഷത്തെ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ
ഈ പറയുന്ന പോലെ അടുത്ത വർഷത്തെ ബാലൻസ് ആയിട്ട് ഇതിന് പകരം 18 lakhും 12 lakhുമാണ് കാണിക്കുക. ഓക്കെ. അപ്പോൾ ഒന്നാമത് ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം 2 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ടാമത്തത് കറണ്ട് അക്കൗണ്ടും. ഓരോ പാർട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് പാർട്ണേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടാണ്. എങ്ങനെയാണ് പാർട്ണേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ നമുക്ക് കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത ഐറ്റം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പം നേരത്തെ നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 5% ഓൺ ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ 5% വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 15 lakh ഉണ്ടായിരുന്നു. സമീറിൻ്റെത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 15 lakh ഉണ്ട്. യാസ്മിൻ്റെത് 10 lakh ഉണ്ട്. അതേപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1st July 2014 ആണ്. എത്ര കൊണ്ടുവന്നിട്ടുള്ളത്? 3 lakh ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം യാസ്മിൻ 2 lakh കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ 15 lakh ഉണ്ട് സമീറിൻ്റെത്, അതേപോലെ യാസ്മിൻ്റെത് 10 lakh ഉള്ളു. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 15 lakh ഇൻറ്റു 5% ആണ്, 5/100. 15 lakh ഇൻറ്റു 5/100. അപ്പോൾ ഇവിടെ എമൗണ്ട് എഴുതുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിക്കുക. അപ്പം 75,000 രൂപ സമീറിൻ്റെ ഈ 15 lakhനുള്ള ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 75,000 ഉണ്ടാവും. അപ്പോൾ ഇത് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ മാത്രമുള്ളതാണ്. അതേപോലെ ഈ അഡീഷണൽ ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ 10 lakh ആണുള്ളത്. 10 lakh ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ 50,000 ഉണ്ടാവും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സമീറിൻ്റെത് 75,000ഉം യാസ്മിൻ്റെത് 50,000. ഇനി നമ്മൾ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 1st July 2014 ഈ 3 lakhും 2 lakhും കൊണ്ടുവരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ 1st July മുതൽ 31st March 2015 വരെയുള്ള കാലയളവ്, അതായത് ക്ലോസിംഗ് ഡേറ്റ് ഇതാണ്. അപ്പോൾ ഈ 3 lakhും 2 lakhും ആ ബിസിനസ്സിൽ നിലനിൽക്കുന്ന സമയം എന്ന് പറയുന്നത് 1st July മുതൽ 31st March വരെയുള്ള കാലയളവാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31st വരെ 9 months ആണ് ഉള്ളത്. അപ്പോൾ ഈ 3 lakh rupeesനും 2 lakh rupeesനും 9 monthsനുള്ള ഇൻട്രസ്റ്റ് മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, സ്ഥാപനം ആ പാർട്ണർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അതേ അവസരത്തിൽ 15 lakhനും 10 lakhനും ഒരു വർഷം മുഴുവനുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കാരണം ആ ഫിനാൻഷ്യൽ ഇയർ 12 മാസവും ഈ 15 lakh ആ ബിസിനസ്സിലുണ്ട്. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ 15 lakhും 10 lakhും ആ ബിസിനസ്സിലുണ്ട്. പക്ഷേ ഈ 3 lakh ബിസിനസ്സിൻ്റെ ഫുൾ കാലയളവിനില്ല. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ ഉള്ളൂ? 1st July മുതൽ 31st March വരെയുള്ള 9 months ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 9 മാസത്തേക്ക് ഈ 3 lakhന് എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 3 lakhന് 5% നിരക്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 5. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും 9 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 9/12 എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. 11,250 ആണ്. അപ്പോൾ
ഈ 3 ലാക്കിനുള്ള 9 മന്ത്സിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 11,250. ഇനി യാസ്മിൻ്റെത് എത്ര ഉണ്ടാവും നോക്കാം. യാസ്മിൻ കൊണ്ടുവന്നിട്ടുള്ളത് 2 ലാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 ലാക്ക് ഇൻറ്റു 5% ഇൻറ്റു 9/12, 9 മാസത്തേക്ക് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് 7,500 ആണ്. അപ്പോൾ നമുക്ക് 15 ലാക്കിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് 75,000 കിട്ടിയിട്ടുണ്ട്. 13 ലാക്കിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് 11,250 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ആളുടെയും ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ 15 ലാക്കിൻ്റെ 75,000 പ്ലസ് അതേപോലെ 9 മന്ത്സിനുള്ള 3 ലാക്കിൻ്റെ 9 മന്ത്സ് ഇൻട്രസ്റ്റും കൂടെ കൂടിയതാണ് സമീറിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ യാസ്മിൻ്റെതാണെങ്കിലും അതേപോലെ 50,000 പ്ലസ് 7,500 57,500 ആണ്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നുകൂടെ പറയാം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഇൻട്രസ്റ്റും അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഏത് ഡേറ്റിനാണോ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള കാലയളവിനും. ഇവിടെ ഈ 15 ലാക്കിൻ്റെത് 12 മാസത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അഡീഷണൽ ക്യാപിറ്റലിൻ്റെത് 9 മാസത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 86,250 57,500 നമുക്ക് എഴുതാം. ഇനി അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അടുത്ത ഐറ്റം നമുക്കുള്ളത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഇപ്പോൾ ഒരു പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും അതേപോലെ കറണ്ട് അക്കൗണ്ടിലും എഴുതുന്ന ഐറ്റം നമുക്കറിയാം. ഒന്ന് ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറക്കുന്ന കാര്യങ്ങളുമാണ്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന എല്ലാ ഐറ്റവും പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയത് ക്രെഡിറ്റ് സൈഡിലാണ്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അതായത് പാർട്ണർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. അല്ലെങ്കിൽ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ വർധനവുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇനി ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡ് കാണിക്കേണ്ടത്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നിന്ന് നമ്മൾ പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന് പറയാം. ആൻറ്റിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു പാർട്ണർ അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഫിറ്റിൽ നിന്നുള്ള എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഡ്രോയിങ്സ് ആയിട്ട് പിൻവലിക്കുന്നത്. അതൊരിക്കലും ക്യാപിറ്റലിൽ നിന്നുള്ള പിൻവലിക്കലല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് പിൻവലിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്തുണ്ടാവും, കുറവുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ടു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കാണിക്കണം. ടു ഡ്രോയിങ്സ്. ഓക്കെ, സമീറിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 2014-15 കാലയളവിൽ സമീറിൻ്റെ ഡ്രോയിങ്സ് 30,000 ആയിരുന്നു. യാസ്മിൻ്റെ ഡ്രോയിങ്സ് ഉള്ളത് 20,000 ആണ്. അപ്പോൾ ഇത്രയും പൈസയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ പൈസയായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ ബിസിനസ്സിൽ നിന്ന് അവർ പിൻവലിച്ചിട്ടുണ്ട്, ഡ്രോയിങ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ പിൻവലിച്ചിട്ടുള്ള എമൗണ്ടിന് അവർക്ക് സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രോയിങ്സ് മാത്രം തിരിച്ചു കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റും കൂടെ എന്ത് ചെയ്യണം, അവർ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഓരോ ആളുടെയും എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. സമീറിൻ്റെത് 1,800 ആണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അതേപോലെ യാസ്മിൻ്റെത് 1,200 ആണുള്ളത്. ദെൻ ഇനി അടുത്ത ഐറ്റം നമുക്കറിയാം സാലറിയാണ്. സാലറി എന്ന് പറയുന്നത് ഒരു പാർട്ണർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സാലറിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ സ്വാഭാവികമായും ഇൻക്രീസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത് സാലറി. ഇവിടെ സമീറിന് മാത്രമേ സാലറി കിട്ടുന്നുള്ളൂ. കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ 20,000 നമ്മൾ സമീറിൻ്റെ അക്കൗണ്ടിൽ മാത്രം നമ്മൾ കാണിക്കും. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ എന്ന് പറയുന്നതും സ്ഥാപനത്തിൽ നിന്ന് ആ പാർട്ണേഴ്സിന് കിട്ടുന്നതാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ വർധനവുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്മീഷനും ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. കമ്മീഷൻ കിട്ടുന്നത് സമീറിന് 10,000 കിട്ടുന്നുണ്ട്. അതേപോലെ യാസ്മിന് 7,000 ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഷെയർ ഓഫ് ലോസ് ആണ്. ഷെയർ ഇൻ ലോസ് ഫോർ ദ ഇയർ 2014-15. ഇപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാർട്ണറുടെ ക്യാപിറ്റലിന് വർധനവുണ്ടാവും.
പക്ഷേ ഇവിടെ ലോസ് ആകുന്ന സമയത്ത് നമുക്കറിയാം അത് പാർട്ണറുടെ ക്യാപിറ്റലിനെ കുറക്കുന്ന ഐറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പാർട്ണേഴ്സിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കാണിക്കാം. ഓക്കെ, ഷെയർ ഓഫ് ലോസ്, സമീറിൻ്റെ ഷെയർ ഓഫ് ലോസ് 60,000 ആണ്. അതേപോലെ യാസ്മിൻ്റെ ലോസ് എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. രണ്ട് ഭാഗവും ബാലൻസ് ചെയ്തിട്ട് ഏത് ഭാഗമാണോ കൂടുതലുള്ളത് ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് രണ്ട് ഭാഗത്ത് നമ്മൾ എഴുതി വെക്കും. നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ ബാലൻസ് കിട്ടുന്നത്. യാസ്മിൻ്റെത് കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് 64,500ഉം ഡെബിറ്റ് ബാലൻസ് 61,200ഉം ആണ്. അതേപോലെ സമീറിൻ്റെത് 1,16,250 91,800 ആണ്. അപ്പോൾ നമുക്കറിയാം കൂടുതലുള്ളതാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്. നമുക്കിവിടെ രണ്ട് ഭാഗത്തും കൂടുതലുള്ള എമൗണ്ട് എഴുതി വെക്കാം. 1,16,250. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടുക ഇവിടെയാണ് കിട്ടുക. നമുക്ക് ബാലൻസിങ് എത്ര ഉണ്ട് നോക്കാം. നമ്മളിവിടെ ബാലൻസ് ക്യാരി ഡൗൺ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് 1,16,250 നിന്നും ഈ എമൗണ്ടുകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ₹24,450 സമീർ എന്ന് പറയുന്ന പാർട്ണറുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അതേപോലെ യാസ്മിൻ്റെ കറണ്ട് അക്കൗണ്ടിലുള്ള ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നേരത്തെ 64,500 നമുക്ക് ഡെബിറ്റ് സൈഡ് കിട്ടിയത് 61,200 രൂപയായിരുന്നു. അപ്പോൾ 3,300 രൂപയാണ് യാസ്മിൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് എമൗണ്ടുകളും നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ടും കാണിക്കണം. അതേപോലെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ടും കാണിക്കണം. അപ്പോൾ സമീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 18 lakh, സമീറിൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് 24,450. അതേപോലെ യാസ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 12 lakh, അതേപോലെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് 3,300. അപ്പം ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഇത് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം രണ്ട് അക്കൗണ്ടുകളിലായി നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എഴുതിയിട്ടുള്ള ഐറ്റങ്ങളെല്ലാം തന്നെ ഒറ്റ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടിലും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയ ഐറ്റം എല്ലാം തന്നെ ഒറ്റ അക്കൗണ്ടായിട്ടുള്ള പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. നമുക്കാദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് സബീറിന് ഉണ്ടായിരുന്നത് 15 lakh ആയിരുന്നു, 15 lakh. അതേപോലെ യാസ്മിൻ്റെ ഉണ്ടായിരുന്നത് 10 lakh ആയിരുന്നു. ഓക്കെ, 10 lakh ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത് അഡീഷണൽ ക്യാപിറ്റലാണ് ബൈ അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് നമുക്കറിയാം സമീർ കൊണ്ടുവന്നിട്ടുള്ളത് 3 lakh rupees ആണ്. അതേപോലെ യാസ്മിൻ കൊണ്ടുവന്നിട്ടുള്ളത് 2 lakh rupees ആണ്. ഓക്കെ, 2 lakh rupees ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച അതേ ഐറ്റം തന്നെയാണ്. ഇതുവരെയുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയ ഐറ്റമായിരുന്നു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഈ രണ്ട് ഐറ്റവും നമ്മൾ കാണിച്ചത് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരുന്നു. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഈ രണ്ട് ഐറ്റവും അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ഉള്ള ഐറ്റവും അടക്കം നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒറ്റ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. സമീറിൻ്റെത് 86,250 രൂപയും യാസ്മിൻ്റെത് 57,500 രൂപയാണ്.
ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്നത് സാലറിയാണ്. നമുക്കറിയാം സാലറി ഒരാൾക്ക് മാത്രമേ സാലറി ഉണ്ടായിരുന്നുള്ളൂ, സമീറിന് മാത്രമേ സാലറി ഉണ്ടായിരുന്നുള്ളൂ 20,000 റുപ്പീസ്. യാസ്മിന് സാലറി ഇല്ല. അടുത്ത ഐറ്റം കമ്മീഷനാണ്. കമ്മീഷൻ നമുക്കറിയാം സമീറിന് 10,000 അതേപോലെ യാസ്മിന് 7,000. ഇനി ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റം ഒന്നുമില്ല. ഇനി നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ടു ഡ്രോയിങ്സ് എമൗണ്ട് നമുക്കറിയാം 30,000 സമീർ വിഡ്രോ ചെയ്തിട്ടുണ്ട് കറണ്ട് ഇയറിൽ, അതേപോലെ 20,000 യാസ്മിനും വിഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 1,800 സമീർ, അതേപോലെ 1,200 യാസ്മിൻ. നെക്സ്റ്റ് ഐറ്റം നമ്മൾ എഴുതേണ്ടത് ഷെയർ ഓഫ് ലോസ് ആണ്. ഷെയർ ഓഫ് ലോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 60,000 സമീറും അതേപോലെ 40,000 യാസ്മിനും. അപ്പോൾ ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്ലോസിങ് ക്യാപിറ്റൽ ബാലൻസ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് 19,16,250, അതേപോലെ 12,64,500. നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത് നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് 91,800. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടുന്നത് 61,000. ഇവിടെ നമുക്ക് കിട്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് 61,200 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഭാഗത്തും ടോട്ടൽ എമൗണ്ട് എത്രയാണുള്ളത് അത് നമുക്ക് എഴുതി വെക്കാം. 19,16,250, അതേപോലെ ഇവിടെയാണെങ്കിൽ 12,64,500. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് കിട്ടും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് കിട്ടും. ടു ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ നിന്നും ഈ 3 എമൗണ്ടുകളും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. മൈനസ് 91,800 ആണ് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ 18,24,450 സമീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കിട്ടും. അതേപോലെ യാസ്മിൻ്റെതാണെങ്കിൽ 61,200 ബാലൻസ് കിട്ടും. ഓക്കെ, 12,03,300 ആണ് ബാലൻസ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 അക്കൗണ്ടിലായിട്ട് എഴുതുന്ന ഐറ്റം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഒറ്റ അക്കൗണ്ടിലാക്കി എഴുതുകയാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം എല്ലാം തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ആ ഫേമിൽ നിന്നും അവർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറക്കുന്ന കാര്യമാണ്. അതായത് പാർട്ട്ണർ ആ സ്ഥാപനത്തിന് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.